ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 12 നമുക്ക് ഈ പാടത്തു നിന്ന് കുറച്ച് അത്യാവശ്യം ടഫ് ക്വസ്റ്റൻസ് വരാൻ സാധ്യതയിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സെലക്റ്റഡ് എക്സാംപ്ലർ പ്രോബ്ലംസും കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളായത് എന്ത് ചെയ്യുക, ഇതെല്ലാത്തിനും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരും. അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് കറക്റ്റ് വരുന്നില്ലല്ലോ. ഇതാ ഈ പേജ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക, ഓരോന്നും സ്ക്രീൻഷോട്ട് എടുത്ത് സോൾവ് ചെയ്യുക. ഈ ഒരു കംപ്ലീറ്റ് പേജും സ്ക്രീൻഷോട്ട് എടുക്കാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് സോൾവ് ചെയ്ത് വരും. ഇതെല്ലാം എന്താണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ഇതാ ഈ പേജും കൂടി കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതോട് കൂടിയിട്ട് ഏത് തീർന്ന്, ഇതിലെല്ലാ എക്സാംപ്ലർ പ്രോബ്ലംസും തീർന്ന്. നമ്മളെ എന്താണ് ഹോമോജീനിയസിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ട് ബാക്കിയുണ്ട്. പക്ഷേ അതിൻ്റെ മുൻപിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എല്ലാ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമല്ല. പക്ഷേ എങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരും. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുത്, എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ എക്സാമിന് വരാവുന്നതാണ്. അപ്പോൾ ഈ പേജ് എക്സസൈസ് 9.6 ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് സോൾവ് ചെയ്ത് വരിക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ പേജ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് വരിക. ഇതാ ഈ ഒരു പേജ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയമല്ല, പക്ഷേങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അതിൻ്റെ ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇനി 6ാമത്തെ ക്വസ്റ്റിൻ്റെ ബാക്കിയും 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാം ഇവിടെ ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് 8ാമത്തെ ക്വസ്റ്റിന് 9ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 7ാമത്തെ ക്വസ്റ്റിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് 9ാമത്തെ ക്വസ്റ്റിൻ്റെ ബാക്കി ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു 11ാമത്തെ ക്വസ്റ്റിനും എന്താ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 10ാമത്തെ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യും. 11ാമത്തെ ക്വസ്റ്റിനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 12ാമത്തെ, അതായത് 11ൻ്റെ ബാക്കിയുടെയും 12ാമത്തെ ക്വസ്റ്റിന് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 15ഉം 16ാമത്തെ ക്വസ്റ്റിനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതാ മറ്റേ ഇവിടുത്തെ വരെ 16,000ൻ്റെ ബാക്കി വരെ ഇവിടുത്തെ വരെ ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡി വൈ മൈനസ് വൈ ഈക്വൽ ടു 2x² ഇസ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് ആൻസർ വരുന്നത് 1/x ആണ്. ഇങ്ങനെ 4 ഓപ്ഷൻ കാണണമെങ്കിൽ 1/x ടിക്ക് ചെയ്യുക. അതേപോലെ എന്താണ് 19ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എഫ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 - y² ഇൻറ്റു dy/dx പ്ലസ് y x ഈക്വൽ ടു ay -1 <y <1. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഏത് 1/√1 - y². ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ഇതെല്ലാം ആക്ച്വലി ഒരു 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയത്. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു സബ് പാർട്ട് എന്താണ് 3 സബ് പാർട്ട് ഉണ്ടാവും, എ ബി സി എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ മറ്റേ ഒരു എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ 1/x ഈ ക്വസ്റ്റ്യൻ ആൻസർ 1/√1 - y². ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയാലും പ്രശ്നമില്ല. പിന്നെ എൻ്റെ ആൻസർ വേണമെന്നാണെങ്കിൽ ഇതാ എൻ്റെ ആൻസർ കംപ്ലീറ്റ് ഇത് ഈ മറ്റേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറുടെ 1/x എന്നെ കിട്ടിയെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ ഇതെങ്ങനെ കിട്ടിയെന്നാലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ സ്ക്രീൻഷോട്ട് എടുക്കാം വേണ്ടിക്കൽ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം പരമാവധി പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെ ഫുൾ A+ഉം ഫുൾ മാർക്കെല്ലാം കിട്ടാനുള്ള സാധ്യത. ലൈഫ് ഈസ് വെരി സിമ്പിൾ. നമ്മളായിട്ട് തന്നെ വെറുതെ ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നതാണ്. നമ്മൾ വേണ്ട സമയത്ത് എഫേർട്ട് ഇടുന്നില്ല. വേണ്ട എന്താണ് ഇപ്പോൾ എത്രമാത്രം ഞാനിപ്പോൾ ഗൈഡൻസ് പറഞ്ഞാലും എത്രമാത്രം മോട്ടിവേഷൻ പറഞ്ഞാലും എത്രമാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ വരെ നിങ്ങൾ വർക്ക് ചെയ്താലേ ഇതേ മുതൽ കാര്യം നടക്കാൻ മുതൽ. അതുകൊണ്ട് മോട്ടിവേഷൻ എടുക്കുക, ചുരുട്ടി ചെയ്ത് ഡസ്റ്റിൻ്റെ ഇടയിൽ ചാടിക്കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, പരമാവധി നിങ്ങൾക്കിപ്പോൾ ഓരോ സൗകര്യങ്ങൾ കിട്ടുന്നത് അത് പരമാവധി യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിന്ന് ഡിസ്കസ് ചെയ്യും. അതോടുകൂടിയിട്ട് ഹോമോജീനസിൻ്റെ ആകെ എല്ലാം ഞാനിനി സ്ക്രീൻഷോട്ട് എടുക്കുന്ന അവസരം നന്ന സ്ഥിതിക്ക് ഇനി ഇതേ ബാക്കിയില്ലേനോ, ഇതും കൂടി ഡിസ്കസ് ചെയ്ത് ഹോമോജീനസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ ഒരു സമാധാനം കിട്ടി. ഇനി അടുത്ത വരുന്ന ടോപ്പിക് വളരെ എളുപ്പത്തിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഭയങ്കര ഈസി ടോപ്പിക്കാണ്. ആകെ ഈ പാഠത്തിൽ ആകെ കുറച്ച് കഷ്ടം തോന്നിക്കൽ ലെങ്തി തോന്നിക്കൽ ഈ ഒരു ഹോമോജീനസ് മാത്രമാണ്. അപ്പോൾ അതിലൊരു അതായത് ഈ പറഞ്ഞൊരു ജനറൽ സൊല്യൂഷൻ പോലെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ 2 കണ്ടീഷൻസ് വന്നിട്ട് വെൻ y ഈക്വൽ ടു 0 വെൻ y ഈക്വൽ ടു 1 ഞാൻ പറയുന്നത് y ഈക്വൽ ടു 1 വെൻ y ഈക്വൽ ടു 1 വെൻ x ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്, കണ്ടുപിടിക്കുക. x² dy പ്ലസ് xy പ്ലസ് y² dx ഈക്വൽ ടു 0. ഇങ്ങനെ dy/dx എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് ചെയ്യണമല്ലോ. എന്ത് ചെയ്യുക, ഈ പറഞ്ഞ
ഇതാ ഈ സാധനത്തിന് അപ്പുറത്തോട്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ഡി വൈ സിക്കൽ മൈനസ് ഓഫ്, കാരണം ഇത് കംപ്ലീറ്റ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്. ആ ഡി എക്സ് ഇങ്ങോട്ട് എക്സ് സ്ക്വയർ താഴെപ്പോട്ട്. ഡി വൈ ബൈ ഡി എക്സ് സിക്കൽ മൈനസ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. കാരണം ഇവിടെ എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എക്സ് വൈ എന്നെല്ലാം പറഞ്ഞിട്ടില്ല, ഭയങ്കര ചൊറ പിടിച്ചിട്ടില്ല അത്. അപ്പോൾ നമുക്ക് ഒരു ഇവിടെ നമ്മളെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ വൈ ഇസിക്കൽ വി എക്സ്, ഹോമോജീനസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷന് പുട്ട് വൈ ബൈ എക്സ്, അല്ലെങ്കിൽ വി ഇസിക്കൽ ടു വൈ ബൈ എക്സ് എന്ന് പറഞ്ഞിട്ട് പുട്ട് ചെയ്യാം. വൈ ഇസിക്കൽ വി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇക്കൽ ടു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഇത് നമ്മുടെ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഡി വൈ ബൈ ഡി എക്സിനകത്ത് ഈ സാധനം എഴുതാൻ പോകും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിനകത്ത് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഇക്കൽ ടു മൈനസ് ഓഫ് ഈ പറഞ്ഞ അതായത് എക്സ് ആയിരുന്നില്ല. അപ്പോൾ ഈ വേറെന്താ ചെയ്ത് ആ വൈക്ക് പകരം വി എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, പിന്നെ ഒരു വി ഉണ്ട് എക്സ് സ്ക്വയർ വി പ്ലസ് പിന്നെന്താ ഉള്ളത് വൈ സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ പകരം അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും വി എക്സിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ, വി സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാ ഞാൻ ഇവിടെ കാണുന്നുണ്ട് എക്സ് സ്ക്വയർ എല്ലാവരും ക്യാൻസൽ ആയിപ്പോയി. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും, അത്രയല്ലോ, വേറെ സംഭവമൊന്നുമില്ല. വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഇക്വൽ ടു എന്തായാലും എക്സ് സ്ക്വയർ ക്യാൻസലായി. വി പ്ലസ് അതായത് മൈനസ് ഓഫ് വി പ്ലസ് വി സ്ക്വയർ. അപ്പോൾ വി പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സിൽ മൈനസ് ഉള്ളിൽ കയറ്റുന്ന സമയത്ത് അല്ല മൈനസ് ഉള്ളിൽ കയറ്റണം അല്ലേ, മൈനസ് ഓഫ് വി പ്ലസ് വി എസ് സ്ക്വയർ. ഓക്കെ, മൈനസ് ഓഫ് വി പ്ലസ് വി സ്ക്വയർ. ഇനി ഒരു കാര്യം ചെയ്ത് ഈ പറഞ്ഞ എക്സ് ഡി വൈ ഈ വീന് അപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചാൽ എക്സ് ഡി വൈ ബൈ ഡി എക്സ്, അതായത് ഇതിപ്പോൾ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ മൈനസ് വി സ്ക്വയർ. ഈ വി അപ്പുറത്ത് വരുമ്പോൾ സ്ഥിതി മൈനസ് വി. അപ്പോൾ മൈനസ് വി മൈനസ് ഓഫ് 2v പിന്നെ എന്നിട്ട് പ്ലസ് വി സ്ക്വയർ. വീണ്ടും നമ്മൾ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് ഉള്ളിൽ വെച്ച് പിന്നെ അല്ല പുറത്തേക്ക് വെച്ച്. ഇനി 2v വി സ്ക്വയർ പ്ലസ് 2v വി സ്ക്വയർ എന്താ പറഞ്ഞിരുന്നത് മൈനസ് ഓഫ് 2v പ്ലസ് വി സ്ക്വയർ. ഈ 2v പ്ലസ് വി സ്ക്വയറിന് ഇതിൻ്റെ താഴെ പറഞ്ഞു. കാരണം എന്താ ഡി വി ഡിവൈഡ് ബൈ വിൻ്റെ ടേംസ് വരും. ഡി എക്സ് അപ്പുറത്തോടെ എക്സ് താഴെ വരട്ടെ. അപ്പോൾ ഡി വി ഡിവൈഡ് ബൈ വി സ്ക്വയർ പ്ലസ് 2v സിക്കൽ മൈനസ് ഓഫ് 1 ബൈ എക്സ് ഈ പറഞ്ഞ ഡി എക്സ്. ഇനി അറിയാലോ എന്താ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഡി വി ഡിവൈഡ് ബൈ വി സ്ക്വയർ പ്ലസ് 2v ഇത് എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ്. ഇതെന്തായാലും പിന്നെ ലോഗ് എക്സ് ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യുക, വി സ്ക്വയർ പ്ലസ് 2vയിലെ സ്ഥാനത്ത് ഈ പറയുന്ന വിൻ്റെ കോയിഫിഷ്യൻ അല്ലെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ പകുതി എടുക്കുക. വിൻ്റെ കോയിഫിഷ്യൻ്റെ 2vൻ്റെ കോയിഫിഷ്യൻ്റെ പകുതി എത്രയാണ് 1. 1ൻ്റെ സ്ക്വയറിനെ കൊണ്ട് ആഡ് ചെയ്യുക, 1ൻ്റെ സ്ക്വയറിനെ എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്വയറിനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1നെ കൊണ്ട് ആഡ് ചെയ്ത് 1നെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത്, കാരണം നമ്മൾ ഇല്ലാത്ത ടേം ആഡ് ചെയ്യണം. അപ്പോൾ ഇല്ലാത്ത ടേമിനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും വേണം. അപ്പോൾ ഇതെന്തായി മാറി, ഇതിപ്പോൾ വി പ്ലസ് 1 അതായത് ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഫോർമാറ്റ്. അപ്പോൾ ഇത് വി പ്ലസ് 1 ഹോൾ സ്ക്വയർ പിന്നെ ഒരു മൈനസ് 1 ഉണ്ട്. അപ്പോൾ എന്തായി മാറി, ഇതിപ്പോൾ വി പ്ലസ് 1 ഹോൾ സ്ക്വയർ പിന്നെന്താ മൈനസ് 1 ഡി വി ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഈ വി പ്ലസ് 1 ഒരു ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഒരു കാണുന്നില്ല വി പ്ലസ് 1 ഇതിന് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കിടക്കും. അപ്പോൾ ഈ പറഞ്ഞ ഡി വിൻ്റെ വിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡി വി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു മിനിറ്റ് 1 ആണ്. അപ്പോൾ എന്താ 1 ഓക്കെ വിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് ഡി ബൈ ഡി വി ഓഫ് വി പ്ലസ് ഡി ബൈ ഡി വി ഓഫ് 1. അപ്പോൾ ഇതെന്തായാലും 0 കോൺസ്റ്റൻറ്റ്. ഡി വൈ ബൈ ഡി വി 1. ഡി ടിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ടി ഡിവൈഡ് ബൈ ഡി വി. ഡി വി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഡി വി ഇസിക്കൽ ഡി ടി എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഡി വി കാണല്ലോ, അതിന് പകരം നമുക്ക് ഡി ടി കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ ഈ പറഞ്ഞ ഡി വിക്ക് പകരം ഡി ടി ഡിവൈഡ് ബൈ ഇതെന്താ വി പ്ലസ് 1 എന്നുള്ളത് ടി എടുക്കുക, ടി സ്ക്വയർ മൈനസ് 1. ഇത് നമുക്കറിയാം, ഇതിപ്പോൾ ഒരു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോർമാറ്റിൽ ഇതാ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസിക്കൽ 1/2 ലോഗ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ്. ഇത് ആക്ച്വലി നമ്മൾ എന്ത് ഫോർമാറ്റാണ്, ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രലിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഈ സാധനം എന്തായിട്ട് മാറി 1/2 ഇൻറ്റു, അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്തായുള്ളത് ഈ പറഞ്ഞ 2 ഇൻറ്റു എ അല്ല, അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 1 ആയുള്ളത്. അപ്പോൾ 1/2 ഇൻറ്റു 1 ലോഗ് എക്സ് മൈനസ് എ ടി മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ടി പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ എന്താ ഇത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് സി. അപ്പോൾ ഒരു കാര്യം ചെയ്ത് മൈനസ് ലോഗ് എക്സ് ഇപ്പുറത്തെടുത്ത്, അപ്പോൾ ഹാഫ് ലോഗ് എന്താ ഈ കാര്യം ചെയ്ത് ടീന് പകരം വീണ്ടും ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എന്താണ് നമ്മൾ വി പ്ലസ് 1 എന്നല്ല പറഞ്ഞിട്ട് ടി കൊടുത്തത്. അപ്പോൾ വി പ്ലസ് 1 പിന്നെ മൈനസ് 1 പിന്നെ എന്താ ഇപ്പോൾ ടീന് പകരം വി പ്ലസ് 1 പ്ലസ് 1. ഇപ്പോൾ 1ഉം മൈനസ് 1 ക്യാൻസൽ, ഇവിടെ ഒരു വി പ്ലസ് 2 എന്ന് പറയും, ഇവിടെ ഒരു മുകളിലൊരു വി ഉണ്ടാവും ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് ഈ സിന് പകരം ലോഗ് സി. അപ്പോൾ ഹാഫ് ലോഗ് വി ഡിവൈഡ് ബൈ വി പ്ലസ് 2. ഈ മൈനസ് ലോഗ് ഇപ്പുറത്ത് എടുക്കുമ്പോൾ പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് സി. ഇനി എന്താ ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോർമാറ്റ്. അപ്പോൾ എന്താ അല്ല അതിൻ്റെ മുമ്പിൽ ഒരു മിനിറ്റ് ഇത് രണ്ട് ഈക്വൽ ആക്കേണ്ടിയിട്ട് എന്താ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടിച്ചുപോയി. പിന്നെന്താ ചെയ്തത് ഈ 2നെ ഇപ്പോൾ ഇതിപ്പോൾ 2 ലോഗ് എക്സ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക്, കാരണം
ഇതിപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ടായിട്ട് നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എടുക്കാൻ പറ്റില്ല. ലോഗിൻ്റെ ബാക്കിലൊന്നും അല്ലെങ്കിൽ ഉണ്ടാവരുത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 2നെ കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ 1/2 ക്യാൻസൽ ആയി പോയി. പക്ഷേ ഇവിടെ ഒരു 2 ലോഗ് എക്സ് വന്ന് എന്ത് ചെയ്യുക, നമ്മൾ ലോഗിൻ്റെ ഫോർമാറ്റ് എൻ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഈ പറഞ്ഞ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെ ലോഗ് എക്സ് റേസ് ടു എൻ എടുപ്പോൾ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടില്ല. എൻ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ് ടു എം. എന്താണ് നമ്പറില്ല സാധനം നമുക്ക് പവറിൽ എഴുതാം. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോകുമ്പോൾ എന്താ ഈ പറഞ്ഞ എന്തായി മാറി, ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ഇതിപ്പോൾ ഏത് അതായത് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറി. ഇതിപ്പോൾ ഏത് ഫോർമാറ്റ്, ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോർമാറ്റ്. അപ്പോൾ എന്താ പിന്നെ ഇവിടെ നിന്നുണ്ട് ഒരു 2 ലോഗ് സി ഉണ്ട്. അപ്പോൾ ലോഗ് ഓഫ് ഞാൻ പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എ ബി പ്രൊഡക്റ്റ് റൂള്. അപ്പോൾ വി ഡിവൈഡ് ബൈ വി പ്ലസ് 2 എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് സ്ക്വയർ ബി ഈക്വൽ ലോഗ് സി. ഇവിടെ ഒരു കാര്യം ചെയ്യുക, ഇത് സാധനത്തിൻ്റെ ഇതിൻ്റെ പവറായിട്ട് കയറ്റിയിടുക. അപ്പോൾ ലോഗ് സി സ്ക്വയർ. അപ്പോൾ ഈ ലോഗും ക്യാൻസൽ. എങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം നമുക്ക് ലോഗ് തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സാധനത്തിന് നേരെ അടിച്ചും കയറ്റിയിട്ട് സ്പേസിലിട്ടിട്ട് അയാൾ എന്ന പവറായിട്ട് എഴുതുന്നത്. വെറുതെ അല്ല ചെയ്യുന്നത്, അതിനെക്കൊണ്ട് ഉപകാരമുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ സാധനം കട്ട് ചെയ്യാൻ പറ്റില്ല ലോഗിന്. അപ്പോൾ 2 സൈഡിലും എക്സ്പോണൻ്റ് എടുത്ത് എന്നിട്ട് 2 ലോഗിന് കട്ട് ചെയ്ത് അപ്പോൾ എന്താ ഇത് ലോഗ് മൊത്തം ക്യാൻസലായി. ഈ വിനൊക്കെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, വി ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് അല്ല. എവിടെയെല്ലാം വി കണ്ടിട്ട് എവിടെയെല്ലാം വൈ ബൈ എക്സ്. വൈ ബൈ എക്സ് ഡിവൈഡ് ബൈ വിന് പകരം വൈ ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പുട്ട് വൈ ബൈ എക്സ് വി സിക്കൽ വൈ ബൈ എക്സ്. അപ്പോൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. പിന്നെ എന്താണ് ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വൈ ഡിവൈഡ് ബൈ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്. പിന്നെന്താ ഈ പറഞ്ഞ ഈ എക്സ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വൈ പ്ലസ് 2x ഡിവൈഡഡ് ബൈ ഒരു എക്സ് ഉണ്ട്. ഈ എക്സും കൂടി ക്യാൻസൽ ആയിപ്പോയി. പിന്നെ വൈ എക്സ് സ്ക്വയർ വൈ ഡിവൈഡ് ബൈ 2x പ്ലസ് വൈ ഈക്വൽ ടു എ അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ ആയിട്ടില്ല. എന്ത് ചെയ്യണം, നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ജനറൽ സൊല്യൂഷൻ അല്ല, പെർട്ടിക്കുലർ സൊല്യൂഷനാണ്. വെൻ വൈ ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏടിയല്ലോ വൈ കാണുന്നുണ്ട് അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏടിയിൽ എക്സ് കാണുന്നുണ്ട് അവിടെയും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 × 1 1 ഡിവൈഡ് ബൈ 2 × 1 2 പ്ലസ് 1 2 + 1 3 ഈക്വൽ ടു സി. അപ്പോൾ സി എന്താ ഇവിടെ 1/3. ഇനി നിങ്ങളെന്താ ചെയ്ത് കൊടുക്കേണ്ടത്, ഇവിടെ ഒരു ഈ ജനറൽ എക്സ്പ്രഷനിൽ സി എന്ന് പറയുന്നത് ഇനി 1/3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി. അപ്പോൾ എക്സ് സ്ക്വയർ വൈ ഡിവൈഡ് ബൈ 2x പ്ലസ് വൈ ഈക്വൽ ടു സി നഗരം 1/3. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ 3 എലിമിനേറ്റ് വേണ്ടിയിട്ട് എല്ലാ സൈഡിലും 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 3 ക്യാൻസൽ. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ഈ 2x പ്ലസ് വൈ അപ്പുറത്തോട്ടെ. കാരണം ഇതിപ്പോൾ ഇവിടെ 1 ആയല്ലോ. അപ്പോൾ എന്താ 3 ഇൻറ്റു 3x സ്ക്വയർ വൈ അല്ല 3 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ഈക്വൽ 2x. ഇത് അപ്പുറത്ത് പോകുമ്പോൾ 2x പ്ലസ് വൈ. ദിസ് വിൽ ബി ദ ഫൈനൽ. ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എന്നാൽ ചെയ്യേണ്ടത് ഇത് 3 അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം, 2x പ്ലസ് വൈ ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ 3x സ്ക്വയർ വൈ ഈക്വൽ 2x പ്ലസ് വൈ. ദിസ് വിൽ ബി ദ റിക്വയർഡ് ജനറൽ എന്നാണ് ദിസ് വിൽ ബി ദ റിക്വയർഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. കാരണം പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഏതെല്ലാം വെച്ചിട്ട് ഈ ഗിവൺ കണ്ടീഷൻസ് വെച്ചിട്ട്. അതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതേപോലത്തെ കുറേ ക്വസ്റ്റൻസ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് എല്ലാം പക്ഷേ നിങ്ങൾക്ക് സൊല്യൂഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വീഡിയോ പാർട്ട് 11 നിങ്ങൾ പോയിട്ട് ചെക്കൗട്ട്. ഇത് പാർട്ട് 12 ആണ്. അപ്പോൾ പാർട്ട് 11 ഞാൻ ഓൾറെഡി അതെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ്.